ഈ ക്രെഡിറ്റ് കാർഡ് ഒരു ഇസ്ലാമിക ഫിനാൻഷ്യൽ സംവിധാനത്തിൽ ഹലാലായ രീതിയിൽ സംവിധാനിച്ചിട്ട് റിസ്ക്കാണത്. അങ്ങനെയൊക്കെയുള്ള ഒന്നാണെങ്കിൽ തൽക്കാലം അതേക്കുറിച്ച് നമ്മൾ പറയണ്ട. നിലവിലുള്ള ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ഇന്ന സമയം വരെ ഇത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അത് ഇത്ര സമയത്തിനുള്ളിൽ അടച്ചിരിക്കണം, അടക്കുന്നില്ലെങ്കിൽ ഫൈൻ ഇത്ര വേണ്ടി വരും എന്ന് പറയുന്നതോടുകൂടെ കടം തരുന്നതിന് അവരൊരു ഉപകാരം കണ്ടീഷൻ വെക്കുന്നു. നമുക്കത് ആശ്രയിക്കാൻ പറ്റാതെയാകും. കടം തരുന്നതിന് അവർക്കൊരു ഉപകാരപ്പെടുന്ന ഒരു സംഗതി അവർ അതിൽ കണ്ടീഷൻ വെക്കാണ്. കടത്രയും കൊടുക്കാം, കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വർധനവും കൊടുക്കാം. ഒരാള് വളരെ ആവശ്യമായ ഒരു ഘട്ടത്തിൽ നമുക്കൊരു 1 ലക്ഷം രൂപ കടം തന്നു, അദ്ദേഹത്തിനും ആവശ്യമുള്ള ഒരു സമയമായിരുന്നു അത്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് മൂപ്പരാൾ കടം തന്നു. ഈ കടം 1 ലക്ഷം തിരിച്ചു കൊടുക്കുമ്പോ 1,10,000 കൊടുത്താൽ ഈ 10,000 സുന്നത്താ, നല്ല കാര്യമാണ്. വേണമെങ്കിൽ പറ്റുമെങ്കിൽ കൊടുക്കാം. നമുക്ക് 1,05,000 കൊടുത്തു, ഒരു 5,000 റുപ്യ നിന്റെ പൈസ കുറെ എന്റെ കയ്യിൽ കെട്ടിക്കിടന്നതല്ലേ, അപ്പൊ നിനക്ക് അതുകൊണ്ടുള്ള ഉപകാരമൊക്കെ നശിച്ചു പോയില്ലേ, അതുകൊണ്ട് നീ എടുത്തോന്നും പറഞ്ഞ സന്തോഷത്തിന് 1,10,000 കൊടുത്താൽ അത് നല്ല കാര്യമാണ്.